ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തലശ്ശേരി പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. കുറേ വീഡിയോ എടുത്തിട്ട് എനിക്കിടാൻ മടിയായിരുന്നു. ഗായ്സ്, ഞങ്ങൾ തലശ്ശേരി സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് കുറച്ച് പോകണം, ഓട്ടോയ്ക്ക് പോകണം. എന്താ മാറി നടക്കണ്, ഇവിടെ മാറി നടക്കണ്. നമ്മൾ ട്രെയിൻ കയറിയപ്പോൾ ട്രെയിനിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു കുട്ടിയാണത്. ആദ്യം വെച്ച് ആൺകുട്ടിയാണെന്ന്, പിന്നെയാണ് അവരുടെ പേരൊക്കെ ചോദിച്ചിട്ടാണ് മനസ്സിലായത് പെൺകുട്ടിയാണ്. പിന്നെ കാതിൽ കമ്മലൊക്കെ ഇട്ടിട്ട് മനസ്സിലായത്. ആൾ ഉമ്മയൊക്കെ തന്നു പോകാൻ നേരത്ത്. നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ തലശ്ശേരി എത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോണത്, വിഷ്ണുവിൻ്റെ. ആക്ച്വലി എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് പോയി. പോണ വഴിയൊക്കെ അടിപൊളിയായിരുന്നു. തലശ്ശേരി അടിപൊളി പ്ലേസാണ് കേട്ടോ, ഭയങ്കര രസം. ഫുൾ കായൽ കടൽ ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. പിന്നെ അവൻ്റെ വീട്ടിലെത്തിയിട്ട് നമ്മൾ നേരെ തലശ്ശേരി കോട്ടയൊക്കെ കാണാൻ പോയി. അവൻ്റെ കൂടെ അവൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അവൻ നല്ല ചൂടായിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് പോയി. പിന്നെ ഇതൊരു ബീച്ച് സൈഡാണ്, ഭയങ്കര രസമാണ്. ഇത് സൈഡിലൂടെ അവിടെ ശരിക്കും വഴിയൊന്നുമില്ല. നമ്മൾ വഴിയൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങി അങ്ങനെയാണ് പോയത്. അവിടെ പിള്ളേർ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് അവിടെ ഫ്രീ ഉണ്ട്. അവിടെ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോകേണ്ടത് നൈറ്റാണ്. അവൻ്റെ അവിടെ നിന്ന് ട്രെയിനിന് പോകണം. തലശ്ശേരിയിൽ നിന്ന് പയ്യന്നൂർ എത്തണം. അപ്പോൾ നമ്മൾ രാത്രി ഒരു 7:30ക്കാണ് ട്രെയിന്. അപ്പോൾ ആ ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളവിടെ പയ്യന്നൂർ എത്തി. അവിടെ എത്തിയപ്പോഴത്തേനും കടയൊന്നുമില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ നോമ്പ് കാലം ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഏതോ ഒരു കട കണ്ടിട്ട് അപ്പോഴേക്കും അവിടുന്ന് ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ചു. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തെയ്യത്തിൻ്റെ അവിടെ പോയാൽ ഫുഡ് കിട്ടുമോ എന്നും അറിയില്ല. സ്ഥലത്തെത്തി. വിഷ്ണു ഓട്ടോക്കൊക്കെ പൈസ കൊടുത്തു. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവർ പറയണത് തറവാട് എന്നാണ്. നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനെയില്ല. ഒരു തറവാട് പറയണ സ്ഥലത്താണ് നടക്കണത്. ചില അമ്പലങ്ങളിൽ നടക്കും. അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു, നമ്മുടെ അവിടെ പൂരത്തിനും പിന്നെ അല്ലാത്ത ഉത്സവങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ തെയ്യം. പക്ഷെ ഇങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല. ഇത് കണ്ണൂർ ആ സൈഡിലാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് കാണാൻ വേണ്ടി കുറേ ദിവസമായി കാത്തിരുന്ന് അങ്ങനെ വന്നതാണ്. അവിടെ ഇരുന്ന് വായി നോക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയ വരിയുണ്ട്. മനസ്സിലായി അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ചാടിക്കറി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വരിയിലൊക്കെ വന്ന് ഫുഡൊക്കെ വാങ്ങി. ഫുഡ് അടക്കം ഒരു പ്രത്യേകതയായിരുന്നു. ഇങ്ങനെ ഒരു ഇതൊക്കെ ഒരു കറി, ഇതെന്ത് കറിയാണ്, പുളിശ്ശേരി അങ്ങനത്തെ എന്തോ ഒരു കറിയാണ്. നമ്മുടെ അവിടെ ഒന്നും ഇവിടെ ഇല്ല തോന്നണു അങ്ങനത്തെ ഒരു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് ചോറും കറിയൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അച്ചാറും ഒക്കെ ആയിട്ട്. വിഷ്ണു എൻ്റെ അനിയത്തിക്ക് ഫുള്ള് കഴിക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു പറഞ്ഞ് പേടിപ്പിക്കുകയായിരുന്നു. ഇത് കഴിച്ചില്ലെങ്കിൽ സീനാണ്, കണ്ണൂരായിട്ട് അടിയൊക്കെ കിട്ടുന്നത്. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഫുഡ്. നല്ല അടിപൊളിയായിരുന്നു ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫുഡിൽ കഴിച്ചു. അവൾ കുറച്ചധികം ബാക്കി വെച്ചു. പേടിച്ചിട്ടാണ് പ്ലേറ്റ് എടുത്തിട്ട് ഫുഡ് കഴുകാൻ പോയത്. ആരെങ്കിലും ചീത്ത പറയാതെ പേടിച്ചിട്ട്. നമ്മളവിടെ ചെന്ന സമയത്ത് ഇങ്ങനെ വെള്ളാട്ടത്തിൻ്റെ സമയമായിരുന്നു. ഇത് കുറച്ച് സമയം ഉണ്ടായിട്ട് പിന്നെ വരുന്നത് അവർ തീയൊക്കെ കൂട്ടി സെറ്റാക്കി വയ്ക്കും. അങ്ങനെ കുറേ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ 4:30ക്കാണ് കണ്ടനാർക്കേളം തുടങ്ങുക. അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ഫ്രണ്ടിൽ ഇരുന്നില്ലെങ്കിൽ സീറ്റൊന്നും കിട്ടില്ല. അപ്പോൾ അവിടുന്ന് പോയവർക്കൊന്നും പിന്നെ ഒന്നും സീറ്റ് കിട്ടാത്ത അവസ്ഥയും അത്ര തിരക്കാവും ആ നേരത്ത്. അങ്ങനെ അടുത്ത ആൾ തെയ്യം കെട്ടണതിൻ്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മളവിടെ ചെന്നിരുന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറേ ഭയങ്കര രസമാണ്. അവിടുത്തെ സ്മെല്ലും കൊട്ടും തെയ്യം കെട്ടുന്നതും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഇത് ലൈഫിൽ നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. സൂപ്പറാണ്. പിന്നെ ഫ്രണ്ടിലൊന്നും ഇരുന്നില്ല, നമുക്കൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര തിരക്കാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ക്യാമറ ഒരുപാട് പേര് വരുന്നു ഫോട്ടോസും കാര്യങ്ങളും എടുക്കും. അവർ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ഫ്രണ്ടിൽ കുറേ നേരം വന്നിരുന്നു. അപ്പോൾ നമ്മൾ ചീത്ത പറഞ്ഞ്
സൈഡിലേക്ക് മാറ്റി. ഇവരെത്ര സൈഡിലേക്ക് ആക്കിയാലും അവർ വീണ്ടും ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഞാനൊക്കെ കുറേ പേരെ തെറി വിളിച്ചിട്ടുണ്ട് മാറൊക്കെ പറഞ്ഞിട്ട്. ഇതിലവർ തെയ്യം കളിക്കുന്നതിൻ്റെ ഇടയിൽ അവർ പാട്ട് പാടുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇത് ഒരുപാട് നേരം ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് നേരം പറഞ്ഞാൽ ഒരുപാട് നേരം. നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. പക്ഷെ രസമാണ് അങ്ങനെ ഇരിക്കാൻ. ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും ഫ്രണ്ടിൽ ആ റോയിലുള്ള സീറ്റിലുള്ള ആൾക്കാരൊക്കെ പോയി. ഇങ്ങനെ 4:30 ആകുമ്പോഴേക്ക് വരാമെന്നുള്ള രീതിക്കാണ് തോന്നുന്നു അവരൊക്കെ എണീച്ച് പോയി. ഒരുപാട് തിരക്കൊക്കെ കുറഞ്ഞു. നമ്മളൊക്കെ ഫ്രണ്ടിൽ കയറി ഇരുന്നപ്പോൾ ഈ സൈഡിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ വിഷ്ണു പറഞ്ഞു ഇവിടെ ഇരിക്കണ്ട, കുറച്ച് ബാക്കൊക്കെ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞാൽ ഈ തീ കൂട്ടി തുടങ്ങിയവർ വിറകൊക്കെ കൊടുന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്ര ചൂടായിരിക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്, നമ്മൾ തീ കുരുത്തോടെ വെയിലത്ത് പാടില്ല. അവൻ ശരി നമുക്ക് കാണാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി മുഖത്തേക്കൊക്കെ ആവി എടുക്കൽ, ഭയങ്കര ആവി എടുക്കൽ. ഫോണൊക്കെ ഭയങ്കരമായിട്ട് ഹീറ്റായി. ഞാൻ പറഞ്ഞു വിഷ്ണു നമുക്കൊന്ന് കുറച്ച് ബാക്കിലേക്ക് ഇരിക്കാം, എന്താണെന്നറിയില്ല ഭയങ്കര ചൂട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അത് തീ കൂട്ടിയതൊക്കെ കത്തിച്ച് കനലാക്കും, ഫുൾ കനലാക്കും. ആ വിറകൊക്കെ കനലാക്കിയിട്ട് കട്ട കനലാക്കിയിടും. വിഷ്ണു ഇതും ചെയ്യിക്കാൻ വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ പിന്നെ അവർ ഈ ചേട്ടന്മാർ കൂടി കനലിങ്ങനെ ഓരോ സൈഡിലേക്ക് 4 മുക്കിലാക്കിയിട്ട് ഇടും. എന്നിട്ട് അതിൻ്റെ നടുവിൽ അവർ സീറ്റ് കൊടുക്കണം. സീറ്റിൽ ഈ പീടോ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ആ തെയ്യം കെട്ടിയ അവർ വന്നിട്ട് നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിനത് അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നു. ഈ ടൈമിലൊക്കെ അവരവിടെ തെയ്യത്തിൻ്റെ വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേഷം, മുഖത്തുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം അവർക്കൊരു റൂമുണ്ട്. അവിടെ ഇങ്ങനെ കർട്ടനൊക്കെ മറിച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവങ്ങളൊക്കെ. ചൂട് സഹിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ബാക്കൊക്കെ ഇരുന്നുണ്ട്. ഫ്രണ്ടിൽ കുറേ പേര് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ തന്നെ വിഷ്ണു പറയേണ്ട അവറ്റങ്ങളൊക്കെ എണീച്ച് മണ്ട് നോക്കിക്കോ. ഇതിൽ ഫസ്റ്റ് ഇവർ ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിട്ട് ഫുള്ള് ഓല ഇടുന്നുണ്ട്. റൗണ്ടിൽ നമ്മളെ ഇരിക്കുന്നതിൻ്റെ ചുറ്റോറും ഓല ഇടും. കനലങ്ങനെ തെറിക്കണ്ടെന്ന് വെച്ചിട്ടും അതുപോലെ ഇതിൻ്റെ ഇടയിൽ കനൽ ഈ ഓല എടുത്ത് ഇടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. 4:30 സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, പക്ഷേ ഒരു 5:30 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഇടയ്ക്കൊക്കെ ഉറങ്ങുകയൊക്കെ ചെയ്തു. തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ കനലെടുത്ത് തട്ടും അവർ കാലുകൊണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ നേരത്തിൽ ഫുള്ള് തെറിച്ചു ഒക്കെ എണീച്ച് ഓടി. ഫ്രണ്ടിൽ നിന്ന് ആ ചേട്ടൻ്റെ ഒക്കെ തലയൊക്കെ കനൽ വന്നു. ഇത് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഒന്ന് ബാക്കൊക്കെ നോക്കിയതാണ്. ബാക്കിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് അറിയില്ലായിരുന്നു. ബാക്കൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇത്രയും പേര് ബാക്കിലുണ്ടല്ലേ എന്ന് മനസ്സിലായത്. ആ സമയമായപ്പോഴേക്കും അവിടെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരിക്കാനൊന്നും സ്ഥലമില്ലാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ടു കഴിയാനായി. അപ്പോഴേക്കും പിന്നെ തീയിലുള്ള ചാട്ടം കാര്യങ്ങളൊക്കെ ആണ്. ഇനിയിപ്പോൾ അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, എന്തൊക്കെ പറയലും എന്തൊക്കെ കാര്യങ്ങൾ പറയലും അങ്ങനത്തൊക്കെയാണ്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് അപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ തീയെടുത്ത് മോളിക്കിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി രാവിലെ തന്നെയുള്ള ഫസ്റ്റ് ട്രെയിനിന് കയറി. അങ്ങനെ നമ്മൾ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഉച്ചയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. നമുക്ക് ഉച്ചയ്ക്ക് ആ ട്രെയിന്. വിഷ്ണുവോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു.